ഹരേ കൃഷ്ണ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ചിങ്ങം രാശിക്കാർക്ക് 2025 ജൂലൈ മാസത്തിൽ ഉണ്ടാകുന്ന ഗ്രഹഫലങ്ങൾ, സാമ്പത്തികം, ജോലി, വിവാഹം, ആരോഗ്യം, പഠനം എന്നിവയെക്കുറിച്ചുള്ള എല്ലാ വിവരണങ്ങളുമാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും എൻഡ് വരെ കാണുക. ലാസ്റ്റ് ഒരു വാസ്തു ടിപ്പും ഉപായങ്ങളും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ ഉണ്ട്, ദയവായി കാണുക. രാശിചക്രത്തിൻ്റെ 5ാമത്തെ രാശിയാണ് ചിങ്ങരാശി. ചിങ്ങരാശിയുടെ സ്വാമിയോ സൂര്യൻ. സൂര്യൻ എന്ന് പറയുന്നത് കിങ് ഓഫ് പ്ലാനറ്റ് ആണ്. ഫസ്റ്റ് ഹൗസിൽ ചൊവ്വയും കേതുവും, പിന്നെ 7th ഹൗസിൽ രാഹു, 8th ഹൗസിൽ ശനി, 10th ഹൗസിൽ ശുക്രൻ, 11th ഹൗസിൽ സൂര്യനും വ്യാഴവും യുതിയാണ്. 12ാമത്തെ ഹൗസിൽ ബുധനും. ജൂലൈ 16 വരെ സൂര്യൻ 11ാമത്തെ ഹൗസിലാണ്. ഈ സമയം നിങ്ങളുടെ ആരോഗ്യപരമായി വളരെ നല്ലതായിരിക്കും. ജൂലൈ 16 ശേഷം സൂര്യൻ 12ാമത്തെ ഹൗസിൽ വരുന്നു. അതും വാട്ടർ സൈനിലാണ് വരുന്നത്. അപ്പോൾ ആ സമയം നിങ്ങളുടെ എനർജി ലെവലും ഇമ്മ്യൂണിറ്റി ലെവലൊക്കെ കുറച്ചൊന്ന് കുറയുന്ന സമയമാണ്. യാത്രയൊക്കെ കൂടുതൽ ചെയ്യുന്നവർ വളരെയേറെ ശ്രദ്ധിക്കണം. ആഹാരം പുറത്തുനിന്ന് കഴിക്കുന്നത് കൊണ്ട് അലർജിയും ഇൻഫെക്ഷനും ജലദോഷം, പനി ഇവയൊക്കെ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ട് 16-നും 26-നും ജൂലൈക്കിടയ്ക്ക് വളരെ കൂടുതലൊന്ന് ശ്രദ്ധിക്കുക. ആദ്യത്തെ ആഴ്ച 2 ആഴ്ച നല്ല ആരോഗ്യം നല്ലതായിരിക്കും. അത് കഴിഞ്ഞ് കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. എഡ്യൂക്കേഷൻ 5th ഹൗസിലാണ് എഡ്യൂക്കേഷൻ നോക്കുന്നത്. അപ്പോൾ 5th ഹൗസിൻ്റെ സ്വാമി ആരാണ്? വ്യാഴം. വ്യാഴം എവിടെയാണ്? വ്യാഴം ഇരിക്കുന്നത് 11ാമത്തെ ഹൗസിലും. പക്ഷെ വ്യാഴത്തിൻ്റെ ഒരു ദൃഷ്ടി 5th ഹൗസിൽ വരുന്നത് കൊണ്ട് ഈ സമയം നിങ്ങൾക്ക് PSC ടെസ്റ്റൊക്കെ പാസ്സാകുന്നതിനും പിന്നെ എൻട്രൻസ് പുതിയ അഡ്മിഷനൊക്കെ എടുക്കുന്നവർക്കും ഉള്ള നല്ല ഒരു സപ്പോർട്ടീവായിട്ട് സമയമാണ്. അപ്പോൾ ജൂലൈ മാസം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഒരു ആഗ്രഹം, ഒരു താല്പര്യമൊക്കെ കൂടുന്ന ഒരു സമയമാണ്. അപ്പോൾ എല്ലാവരും ഇത് കണ്ട് ഇരിക്കും. നല്ല സമയമാണ്. എല്ലാത്തിനും എന്തെങ്കിലും പുതിയ അഡ്മിഷനൊക്കെ വേണമെങ്കിൽ അതിനും നല്ലൊരു സമയമാണ്. ലവ് റിലേഷൻ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. ലവ് റിലേഷൻ 5th ഹൗസ് റിലേറ്റഡ് ആണ്. അപ്പോൾ 5th ഹൗസിൽ ഗ്രഹങ്ങളൊന്നുമില്ല. പക്ഷേ സൂര്യൻ്റെയും വ്യാഴൻ്റെയും ദൃഷ്ടി ഉള്ളതുകൊണ്ട് ഈ സമയം നിങ്ങൾക്ക് വളരെ നല്ലൊരു സമയമായിരിക്കും. നല്ല ഒരു സൗഹൃദം തന്നെ നിങ്ങൾക്ക് പുലർത്തുവാൻ കഴിയുന്നതായിരിക്കും. ജൂലൈ 16 ശേഷം കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കോപമൊക്കെ ഒന്ന് അടക്കി ഈഗോ പ്രോബ്ലം ഒക്കെ ഒന്ന് മാറ്റി ഒന്ന് കുറച്ച് സൈഡിലോട്ട് വെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. വളരെ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ല സമയം. മാരീഡ് ലൈഫ് നോക്കുന്നത് 7th ഹൗസിൽ ഏത് ഗ്രഹമാണ് ഉള്ളത്? രാഹുവാണ്. അപ്പോൾ 7th ഹൗസിൻ്റെ സ്വാമിയായ ശനി 8ാമത്തെ ഹൗസിലുമാണ് ഇരിക്കുന്നത്. ഈ സമയം അത്രയ്ക്കൊരു നല്ല സമയമല്ല. നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർക്ക് ശാരീരിക അസ്വസ്ഥതയോ അതോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഈ സമയത്ത് നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യുന്നത് തീർച്ചയായും നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യേണ്ട ഒരു സമയമാണ്. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഭാഗ്യം നോക്കുന്നത്, ലക്ക് നോക്കുന്നത് 9th ഹൗസാണ്. 9th ഹൗസിലെ സ്വാമി ചൊവ്വ 1st ഹൗസിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയമായിരിക്കും. ഭാഗ്യം പിടിച്ചുകൊണ്ടുവരുന്ന ഒരു സമയമാണ് ഇത്. പക്ഷെ നിങ്ങൾക്ക് കണ്ടകശനി നടക്കുന്ന കാലം ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ജന്മകുണ്ടലിയിൽ നിങ്ങളുടെ ശനി ഉച്ചസ്ഥാനത്ത് ഇരിക്കുന്നവർക്കാണ് ഈ ഫലമുണ്ടാകുക. നിങ്ങളത് ശ്രദ്ധിക്കേണ്ടതാണ്. നീചസ്ഥാനത്ത് ഇരിക്കുന്നവർക്ക് അതുപോലത്തെ കഷ്ടതകളും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അനുഭവത്തിലൂടെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം നിങ്ങളുടെ ഗ്രഹം, നിങ്ങളുടെ ശനി ഉച്ചസ്ഥാനത്താണോ നീചസ്ഥാനത്താണോ എന്നുള്ളത്. അപ്പം ഉച്ചസ്ഥാനത്തെ ശനി നിങ്ങൾക്ക് ഈ സമയം രാജയോഗം തന്നെ തരുവാനുള്ള സാഹചര്യം ഉണ്ടാവും. ശനി എന്ന് പറയുന്നത് കർമ്മത്തിൻ്റെ ഗ്രഹമാണ്. പ്രോപ്പർട്ടിയും റിയൽ എസ്റ്റേറ്റും അങ്ങനെ വലിയ തോതിലുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതിനുള്ള സമയമാണ് ഇപ്പം. അപ്പം ശുഭകാര്യത്തിനും മംഗളകാര്യത്തിനും ഒക്കെ നല്ല ഒരു സമയമാണ്. അപ്പോൾ ശനിയെ പ്രീതിപ്പെടുത്താൻ, ശനി നിങ്ങളുടെ നീചസ്ഥിതിയിൽ ആണെങ്കിൽ മുതിർന്നവർക്ക് നിങ്ങൾ സേവ ചെയ്യുക. അതുപോലെ മാതാപിതാക്കളെ സേവിക്കുക. മാതാപിതാക്കൾ വീട്ടിൽ ഇല്ലെങ്കിൽ നിങ്ങൾ വല്ല ഒരു ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോയി അവരെ
പ്രായമുള്ളവരെ മുതിർന്നവരെ ശുശ്രൂഷിക്കുന്നത് കൊണ്ട് ശനിദേവ് വളരെ സന്തോഷം നിങ്ങൾക്ക് അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ തരികയും ചെയ്യും. ഓരോ ഗ്രഹവും തരുന്ന ഫലങ്ങൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ശനിദശയിൽ നിങ്ങൾക്ക് കഷ്ടതകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കണം, ശനിയുടെ ശനി നിങ്ങളുടെ നീചസ്ഥാനത്താണ്. അപ്പോൾ അതിനുള്ള ഉപായങ്ങൾ മാത്രം ചെയ്യുക, അതിനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ശനിദശാകാലത്ത് മുതിർന്നവരുടെ സേവ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഒരു ഉപായം എന്ന് പറയുന്നത്. നിങ്ങളുടെ ജോലി, കരിയർ. ഇപ്പോൾ ജോലി 10ാമത്തെ ഹൗസാണ് നമ്മൾ നോക്കുന്നത്. 10ാമത്തെ ഹൗസിലെ സ്വാമി 10ാമത്തെ ഹൗസിൽ തന്നെ ശുക്രൻ ഇരിക്കുന്നു. ഈ സമയം മാളവീയ യോഗം തന്നെ തരുന്നതിനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ലൊരു ജോലി വന്നു കിട്ടുന്നതിനും, ഇപ്പോൾ നിലവിലുള്ള ജോലിയിൽ ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചേഞ്ചോ ഒക്കെ വേണമെങ്കിൽ ഇത് നല്ലൊരു സമയം തന്നെയാണ്. അപ്പോൾ 18 ജൂലൈക്ക് മുമ്പ് ഇത് വളരെ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ടുള്ള സമയമായിരിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ലൊരു സമയമാണ്. 16 ജൂലൈക്ക് ശേഷം കുറച്ച് ചിലവുകൾ കൂടുതൽ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ബാക്കി എല്ലാം നല്ലതായിട്ട് തന്നെ നടക്കും. നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ: സൂര്യൻ്റെ ബീജമന്ത്രം 108 പ്രാവശ്യം നിങ്ങൾ ജപിക്കുക. ഹനുമാൻ ചാലീസ ഡെയിലി ജപിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഉദിച്ചു വരുന്ന സമയത്തോ അല്ലെങ്കിൽ 1 മണിക്കൂറിനകവോ നിങ്ങൾക്ക് ജല അർപ്പണം ചെയ്യുക. ശനിയുടെ ബീജമന്ത്രം നിങ്ങൾ ജപിക്കുന്നതും ഏറ്റവും നല്ലതായിരിക്കും. ഇന്നത്തെ വാസ്തു ടിപ്പ്: നിങ്ങളുടെ വീട്ടിലെ ടോയ്ലറ്റ് കറക്റ്റായിട്ട് എവിടെയാണ് വരേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് സ്ഥാനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സൗത്ത് വെസ്റ്റ്, തെക്ക് പടിഞ്ഞാറിനും വടക്ക് പടിഞ്ഞാറിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലമുണ്ട്. അത് നിങ്ങൾക്ക് ഏറ്റവും ഫസ്റ്റ് പ്ലേസ് അതാണ് നിങ്ങൾക്ക് ടോയ്ലറ്റിനുള്ളത്. വേറൊരു സ്ഥാനം എന്ന് പറയുന്നത് നിങ്ങളുടെ തെക്ക് പടിഞ്ഞാറിനും തെക്ക് കിഴക്കിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലം. ഓക്കെ, അതിൻ്റെ മിഡിലായിട്ട് അതിൻ്റെ മധ്യഭാഗത്ത് ഒരു പ്ലേസ് ഉണ്ട്, അതും ടോയ്ലറ്റിന് നല്ലതാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിലെ ടോയ്ലറ്റ് അത്രയ്ക്കും ഒരു പോസിറ്റീവ് എനർജി തരുന്നതല്ല. കന്നിമൂലയിൽ എന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ ഒരിക്കലും വരാൻ പാടില്ല. പിന്നെ ഈശാനകോണിൽ, ഈശാനകോണം എന്ന് പറയുന്നത് കിഴക്ക് വടക്ക് കോർണർ, അവിടെയും ടോയ്ലറ്റ് ഒരു കാരണവശാലും വരാൻ പാടുള്ളതല്ല. അപ്പോൾ വീഡിയോ ഇത്രമേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഒരു കമൻ്റ് ഇടാനും, പിന്നെ പുതിയതായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കേണ്ട. ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു.